ഉസാമ ബിൻ ഫൈസൽ അദ്ദേഹം ദമാമിൽ നിന്നും വന്നതാണ്. അദ്ദേഹത്തെ ക്ലാസ് എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدًا عبد الله ورسوله الصادق الأمين، صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين وسلم تسليما كثيرا. ഏറെ ആദരണീയരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, റമദാൻ പുണ്യ ദിനങ്ങളിലെ ആദ്യ 20 ദിനങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആരോഗ്യപൂർവം നമ്മൾക്ക് അതിൽ നോമ്പനുഷ്ഠിക്കുവാനും ആരാധനകൾ നിർവഹിക്കുവാനും സാധിച്ചു. അൽഹംദുലില്ലാഹ്. നമ്മളത് കടന്നുപോയത് വളരെ പെട്ടെന്നായിട്ടാണ് നമ്മൾക്കെല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ഇന്നലെ റമദാൻ 1 ആയതുപോലെയാണ് നമുക്കെല്ലാവർക്കും തോന്നുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 10 ദിനങ്ങളും പെട്ടെന്ന് തന്നെ കടന്നു പോവുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇനി വരാനിരിക്കുന്ന 10 ദിനങ്ങൾ കഴിഞ്ഞ 20 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ്. ഏറ്റവും നല്ല രാവുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും ഔദാര്യം കൊണ്ടും പുണ്യങ്ങളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന 10 ദിനങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകാനിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ധാരാളം അവനിലേക്ക് അടുക്കുവാനുള്ള വാതിലുകൾ തുറന്നുകൊടുത്ത 10 ദിനങ്ങളാണ് നമ്മൾക്ക് വരാനിരിക്കുന്നത്. ആ ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള, ആ രാവുകളെക്കാൾ അഫ്ദലായിട്ടുള്ള ഒരു രാവും ദുനിയാവിലില്ല. ആ രാവുകളെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ വിശേഷിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ يجتهد في العشر ما لا يجتهد في غيرها. അള്ളാഹുവിൻ്റെ തിരുദൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിനങ്ങളിൽ മറ്റേത് ദിനത്തിലും പ്രവർത്തിക്കാത്തത്ര ത്യാഗത്തോടുകൂടിയാണ് ഈ 10 ദിനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തനങ്ങൾ, ആരാധനകൾ അനുഷ്ഠിച്ചിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. എങ്ങനെയാണ് ആ ത്യാഗം, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഇജ്തിഹാദ് എന്നതും ആയിഷ റളിയല്ലാഹു അൻഹ വിശേഷിപ്പിച്ചു തന്നു. അവർ പറയുകയാണ്, കാന ഇദാ ദഖലൽ അശ്റു അയ്ഖദ അഹ്ലഹു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. 10 ആയിക്കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുണ്ട് മുറുക്കിയെടുക്കും, രാത്രി ഹയാത്താക്കുകയും തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ശദ്ദ മിഅ്സറഹു എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, നബിയുടെ ഭാര്യമാരുമായുള്ള ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 ദിനങ്ങളിൽ അകന്നു നിന്നിരുന്നു, ലൈംഗിക ബന്ധത്തിൽ നിന്ന് അകന്നു നിന്നിരുന്നു എന്ന വ്യാഖ്യാനമാണ് ഏറ്റവും ശരിയായ വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം കാണാം, ശദ്ദ മിഅ്സറഹു എന്നതിൻ്റെ അർത്ഥം
ആ ദിനങ്ങളിലുള്ള ത്യാഗത്തെ അറിയിക്കുന്ന ഒരു പദമാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. രണ്ടാമത്തേത് വഅഹ്യാ ലൈലഹു, തൻ്റെ രാത്രിയെ ഹയാത്താക്കിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ലിതുൽ 20 ബിസലാത്തിൻ വനൗം. ആദ്യത്തെ 20 ദിനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ രാത്രിയിൽ ഉറക്കവും നമസ്കാരവും ഒരുമിച്ച് കൊണ്ടുപോകുമായിരുന്നു. രണ്ടും ഉണ്ടായിരുന്നു നബിയുടെ രാത്രിയിൽ. എന്നാൽ ഫഇദാ കാനൽ അശ്റു, അവസാനത്തെ 10 കഴിഞ്ഞാൽ, യഅനി അൽ അശ്റ അൽ അഖീർ ശമ്മറ വശദ്ദ അൽ മിഅ്സർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നില്ല. നബി കൂടുതൽ ത്യാഗം ചെയ്യുമായിരുന്നു, ആരാധനകളിൽ ഏർപ്പെടുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ദിനങ്ങൾ പരമാവധി നമ്മൾ ആ രാത്രികളിലെ ഓരോ നിമിഷവും നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അതൊരു മുസ്ലിമിൻ്റെ കച്ചവടമാണ്. ആ കച്ചവടത്തിലെ ഓരോ നിമിഷത്തിലും അവന് ലാഭം കൊയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവൻ അതിനിപ്പോൾ തന്നെ തയ്യാറായേ പറ്റൂ. ആ ദിനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഒരു മുസ്ലിം മനസ്സുകൊണ്ട് ഇപ്പോൾ തന്നെ തയ്യാറാകേണ്ടതുണ്ട്. കാരണം ഈ പ്രവർത്തനങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ആഖിറത്തിൽ, മരണാനന്തര ജീവിതത്തിൽ അവന് ബാക്കിയാകുന്ന പ്രവർത്തനങ്ങൾ. അവൻ്റെ ദിനങ്ങൾ എന്നത്, നിങ്ങൾ ഒരു തേനീച്ചക്കൂടിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ തേനീച്ചക്കൂട് തേനുകൊണ്ട് നിറഞ്ഞൊരു കൂടായി തീരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഓരോ സെല്ലുകളിലും ഓരോ തേനീച്ചയും ധാരാളം അതിൻ്റെ പൂമ്പൊടികൾ കൊണ്ട് നിറച്ച് അങ്ങനെ തേനുണ്ടാക്കി ശേഖരിച്ച് കഴിയുമ്പോഴാണ്, സമയം കഴിഞ്ഞു പോകുമ്പോഴാണ് തേന് കൊണ്ട് നിറഞ്ഞൊരു കൂടായിത്തീരുന്നത്. അതുപോലെയാണ് നമ്മുടെ ആയുസ്സും. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മുടെ ജീവിതവും ആ തേനുകൊണ്ട് നിറഞ്ഞ കൂടുപോലെയുള്ള ഒരു ജീവിതമായി തീരുന്നത്. നന്മകൾ ഇറ്റി വീഴുമാർ ഉള്ള നല്ലൊരു ജീവിതമായി തീരുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഈ ദിനങ്ങൾ എന്നത് നന്മകൾ വാരിക്കൂട്ടാനുള്ള ഒരു ദിനമായിട്ടാണ് അള്ളാഹുവും റസൂലും നമ്മൾക്ക് പഠിപ്പിച്ചത്. മാത്രമല്ല, മൂന്നാമതായി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുമായിരുന്ന കാര്യം വഅയ്ഖദ അഹ്ലഹു, തൻ്റെ കുടുംബത്തെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുമായിരുന്നു എന്നാണ്. സ്വന്തമായുള്ള ആരാധനകളിൽ, നമസ്കാരത്തിലായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, തൻ്റെ കുടുംബത്തെ കൽപ്പിക്കുക, നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹാ, ആ കൽപ്പനയിൽ നീ ക്ഷമ പുലർത്തുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ, തൻ്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, സകാത്ത് ചെയ്യാൻ, സകാത്ത് കൊടുക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പറ്റി പറയുകയാണ്. നമ്മൾ ഈ 10 കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഖൽബിനെ വൃത്തിയാക്കേണ്ടതുണ്ട്, അലങ്കരിക്കേണ്ടതുണ്ട്. കാരണം വലിയൊരു അതിഥിയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് അതിഥികളായി പോകുമ്പോൾ, ഒരു രാജാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എത്രമാത്രം അലങ്കരിക്കപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ ദിനങ്ങളെ നമ്മൾ അതിനെ സ്വീകരിക്കാൻ ഒരുങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അകവും പുറവും, നമ്മുടെ വസ്ത്രങ്ങൾ അതിനു വേണ്ടി തയ്യാറാക്കണമെന്നത് സലഫുകളുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൈലത്തുൽ ഖദ്ർ
ആകാൻ സാധ്യതയുള്ള ദിനങ്ങളിൽ നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു അയ്യൂബ് സിഖ്തിയാനി റഹിമഹുല്ലാഹു തആല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. സഹാബിയായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം 1000 ദിർഹം ചെലവഴിക്കൊണ്ട് ലൈലത്തുൽ ഖദ്ർ നമസ്കരിക്കുവാനായി ഹയാത്താക്കുവാനായി ഒരു വസ്ത്രം വെച്ചിരുന്നു എന്ന് നമ്മൾക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. അങ്ങനെ അവരുടെ വസ്ത്രങ്ങൾ അവർ അലങ്കരിച്ച് അതിനുവേണ്ടി വൃത്തിയാക്കി സൂക്ഷിക്കുകയാണ്. അതിലുപരി അവരുടെ ഹൃദയങ്ങളെ അവർ വൃത്തിയാക്കുമായിരുന്നു. ആ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈ 10 ആകുന്നതിന് മുമ്പ് ഒഴിവാക്കി ആ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം എന്താണ്? നമ്മൾ മനുഷ്യർ നമ്മുടെ ദേഹത്തിലേക്കാണ്, നമ്മുടെ വസ്ത്രത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം എങ്ങോട്ടാണ് സഹോദരന്മാരെ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ രൂപങ്ങളിലേക്കോ വസ്ത്രങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, പിന്നെയോ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. ആ ഹൃദയങ്ങളിൽ റിയാ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ആ ഹൃദയങ്ങളിൽ അഹങ്കാരമോ ലോകമാന്യതയോ തിന്മകളോടുള്ള ഇഷ്ടമോ അങ്ങനെ അസൂയയോ തിന്മകളോ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എങ്കിൽ തൗബ കൊണ്ട് ആ പ്രവർത്തനങ്ങളെയും ആ അഴുക്കുകളെയും നമ്മൾ കഴുകിക്കളയേണ്ടതുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്, നമ്മൾ പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ വൃത്തിയാക്കിക്കൊണ്ട് ഈ ദിനങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, ഇദൽ മർഉ ലം യൽബസ് സിയാബത് തുഖാ തഖല്ലബ ഉർയാനൻ വഇൻ കാന കാസിയ. ഒരു മനുഷ്യൻ തഖ്വയുടെ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ, അവൻ എത്രമാത്രം നല്ല വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടെങ്കിലും അവൻ നഗ്നനായിക്കൊണ്ടാണ് നടക്കുന്നത് എന്ന് കവി പറഞ്ഞത് കാണാൻ കഴിയും. അതല്ലേ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് അല്ലാഹു തആല പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ആ സംഭവം വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു പറയുകയാണ്, യാ ബനി ആദം, ആദമിൻ്റെ സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീശ, നിങ്ങളുടെ നഗ്നതകളെ മറക്കുവാനായുള്ള വസ്ത്രങ്ങൾ നാം ഇറക്കിയിട്ടുണ്ട്. വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രമാണ് നല്ലത്. ദാലിക ഖൈർ, അതാണ് ഏറ്റവും ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ നമ്മൾ 10 ആകുന്നതിന് മുമ്പ് നമ്മൾ വളരെ ശുദ്ധിയായിക്കൊണ്ട് ആ 10നെ സ്വീകരിക്കാൻ ഇന്നു മുതൽ തയ്യാറാകണമെന്നാണ് എന്നോടെന്നതുപോലെ നിങ്ങളോടും പറയുന്നത്. ഇവിടെ ഈ 10 ദിനങ്ങൾ, ആ 10 ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ളത്? ആ 10 ദിനങ്ങളിൽ ആ നന്മകളെ പരമാവധി ശേഖരിക്കാൻ എന്തൊക്കെ ആരാധനകളാണ് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ളത്? അതിലൊന്നാമതായിട്ടുള്ള കാര്യം നമസ്കാരമാണ്. ആ 10 ദിനങ്ങളിലെ നമസ്കാരങ്ങൾ, ഫർദായ നമസ്കാരങ്ങൾ ആദ്യമായി സുന്നത്തായ നമസ്കാരങ്ങളും വളരെയധികം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധയോടെ നമ്മൾ നിർവഹിക്കുക എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുവല്ലോ, അഹ്യാ ലൈലഹു, അല്ലേ, തൻ്റെ രാത്രിയെ ഹയാത്താക്കുമായിരുന്നു. എങ്ങനെയാണ് ഹയാത്താക്കിയിരുന്നത് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ ഉത്തരം പറഞ്ഞത്, റസൂൽ ദീർഘമായി നമസ്കരിക്കുമായിരുന്നു എന്നാണ്. രാത്രിയെ നമസ്കാരം കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്താക്കിയിരുന്നത്. പരമാവധി നമ്മൾക്ക് കഴിയുന്നത്ര ആ രാത്രിയെ നമ്മൾ നമസ്കാരം കൊണ്ട് സജീവമാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ പള്ളികളിൽ തറാവീഹ് നമസ്കാരങ്ങളും അതുപോലെ ഖിയാമുൽ ലൈലും തഹജ്ജുദും, ഇതെല്ലാം ഖിയാമുൽ ലൈൽ എന്ന ആ ഒരു പദത്തിൻ്റെ കീഴിൽ വരുന്ന നമസ്കാരങ്ങളാണ്. അത് തറാവീഹ് എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും അതെല്ലാം ഒരൊറ്റർത്ഥത്തിലാണ് വരുന്നത്. വിത്ർ എന്ന് പറഞ്ഞാലും എല്ലാം ഖിയാമുൽ ലൈലാണ്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്?
മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ ലൈലത്തുൽ ഖദ്റിനെ ഈമാനോടുകൂടിയും പ്രതിഫലോച്ചയോടുകൂടിയും ആരാണോ നിർവഹിക്കുന്നത് അല്ലെങ്കിൽ നമസ്കരിക്കുന്നത്, റമദാനിന്റെ രാവുകളിൽ നമസ്കാരം കൊണ്ട് സജീവമാക്കുന്നത് ആരാണോ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കടിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. അപ്പോൾ നബിയുടെ ആ ചര്യ നമ്മൾ പിന്തുടരുക, ആ രാവിനെ പരമാവധി നമ്മൾ ഹയാത്താക്കാൻ ശ്രമിക്കുക. ആ ഒരു ഹയാത്താക്കുന്നത് പലർക്കും ജോലി തിരക്കുകൾ ഉണ്ടാകും. നമ്മൾ കഴിവിന് പരമാവധി ആ രാത്രികളെ നമ്മുടെ ഇബാദത്തിന് വേണ്ടി മാറ്റി നിർത്താൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റ് തിരക്കുകളിൽ നിന്ന് കഴിയുന്നത്ര മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. ലീവ് എടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ലീവ് എടുക്കാം. ഇനി അതല്ല, മറ്റ് രീതികളിൽ അത്യാവശ്യ തിരക്കുകളുണ്ടെങ്കിൽ നമ്മൾ കഴിവിന് പരമാവധി രാത്രിയുടെ ആ കഴിയുന്ന ആ അളവെങ്കിലും നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. ആ നമസ്കാരങ്ങൾ ഒരാൾക്ക് രാത്രി മുഴുവൻ തിരക്കാണ്, രാത്രി ഒരിക്കലും ഒഴിവാക്കാത്ത തിരക്കുണ്ടെങ്കിൽ ഇശാ നമസ്കാരമെങ്കിലും അദ്ദേഹം ജമാഅത്തായി നമസ്കരിക്കണം. കാരണം നമ്മൾക്ക് ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞത് കാണാൻ കഴിയും, അതുപോലെ ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ല, ഇവരൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ഏറ്റവും കുറഞ്ഞത് ആരെങ്കിലും ഇശാഉം ഫജ്റും ജമാഅത്തായി നമസ്കരിച്ചെങ്കിൽ അവന് ലൈലത്തുൽ ഖദ്റിന്റെ ആ മഹത്വം ലഭിക്കുമെന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതാണ് ഏറ്റവും കുറഞ്ഞ അംശം. എന്നാൽ നമ്മൾ ഏറ്റവും ഉത്തമമായ പൂർണ്ണതയിലേക്കാണ് നമ്മുടെ കണ്ണ് നടേണ്ടത്. നബിയുടെ ചര്യയാണ്, നബി എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ പരമാവധി പ്രവർത്തിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇവിടെ നമ്മൾക്ക് സഹാബികളുടെ ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും. അവർ പറയുകയാണ്, നമ്മൾ റമദാനിലെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു വരുമ്പോൾ, വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത്താഴത്തിന് തിരക്കിക്കൊണ്ട് അത് പെട്ടെന്നെടുക്കാൻ വേണ്ടി നമ്മുടെ ഖദമിനോട്, നമ്മുടെ പണിക്കാരോട് പറയുമായിരുന്നു എന്നാണ്. കാരണം ഫജ്റാകുന്നത് പേടിച്ച് പെട്ടെന്നെടുക്കാൻ വേണ്ടി അവർ കൽപ്പിക്കുമായിരുന്നു. അത്രമാത്രം ദീർഘമായി നമസ്കരിക്കുമായിരുന്നു അവർ. ആ ദൈർഘ്യം കൊണ്ട് വടികൾ പിടിച്ചുകൊണ്ട് അതിൽ ചാരിക്കൊണ്ട്, കാലുകൾ വേന ആകുന്നതുകൊണ്ട്, അതിൽ വേദനിക്കുന്നത് കൊണ്ട് ആ വടികളിൽ പിടിച്ച് ചാരിക്കൊണ്ട് അവർ നമസ്കരിച്ചതായിട്ട് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അതും നമ്മൾക്കിന്ന് സാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ജുബൈലിൽ ഒന്നും തപ്പി നോക്കിയാൽ, നമ്മൾ പരിശോധിച്ചാൽ ചില പള്ളികളിൽ ധാരാളമായി നമസ്കരിക്കുന്ന പള്ളികളുണ്ടാകും. ആ നമസ്കാരങ്ങൾ അങ്ങനെ ധാരാളം, എത്രയധികം നമസ്കരിക്കാൻ കഴിയുമോ അത്രയധികം നമസ്കരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏതാനും ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ. ഈ 10 ദിനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ 10 ദിനങ്ങളിലുള്ള അതിലൊളിഞ്ഞിരിക്കുന്ന ആ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു ഇശ എങ്കിലും നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാഅ ജമാഅതൻ കുതിബ ലഹു നിസ്ഫു ലൈല. ഒരാൾ ജമാഅത്തായി ഇശ നമസ്കരിച്ചാൽ പകുതി രാത്രി നമസ്കരിച്ച പുണ്യമാണ് അവന് ലഭിക്കുന്നത്. എന്നാൽ ഫജ്ർ ജമാഅത്തായി നമസ്കരിക്കുന്ന ആരുണ്ടോ അവന് ഒരു രാവ് മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തത്. സഹോദരന്മാരെ, അങ്ങനെ ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ച് അവർ നമസ്കാരം വർദ്ധിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇഅ്തികാഫ് എന്നത്. ഇഅ്തികാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച വലിയൊരു ഇബാദത്താണ്. എന്താണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ഇബാദത്തിനായി ഒരു നിശ്ചിത സമയം പള്ളിയിൽ നമ്മൾ കഴിച്ചു കൂട്ടുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ ഹത്താ തവഫാഹു അല്ലാഹു ആ റൂഹിനെ പിടിച്ചതുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുമായിരുന്നു. 21ന്റെ രാവിൽ പ്രദോഷമാകുമ്പോൾ മഗ്രിബായി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിയുന്നതോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുഅ്തകഫിലേക്ക് പ്രവേശിച്ച്
അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിരിക്കും ഈ 10 ദിനങ്ങൾ. പെരുന്നാളാകുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിലായിരിക്കും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നമ്മൾക്ക് ഒരു വർഷത്തിൽ ധാരാളം ദിനങ്ങളുണ്ട്. ആ ദിനങ്ങളിൽ നിന്ന് അല്പദിനങ്ങൾ, കുറച്ച് ദിനങ്ങൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും ലീവ് എടുക്കാൻ കഴിയുന്നവരുണ്ടാകും. അങ്ങനെയുണ്ടെങ്കിൽ ലീവ് എടുത്തെങ്കിലും ഇഅ്തികാഫ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇനി അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ 5 ദിവസം, അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും, അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും നമ്മൾക്ക് ഇഅ്തികാഫിരിക്കാൻ കഴിയുമെങ്കിൽ ആ ഇഅ്തികാഫിൻ്റെ നീയത്തിൽ നമ്മൾ പള്ളിയിൽ കഴിച്ചുകൂട്ടാൻ ശ്രമിക്കുക. കാരണം അതിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം മുറിച്ച് അല്ലാഹുവുമായി ഒറ്റക്കിരിക്കുന്ന ഒരു അവസ്ഥ എന്നത് നമ്മുടെ മനസ്സുകൾക്ക് ഏറെ ഊർജവും ഈമാനും ഏകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇഅ്തികാഫിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. കാരണം ഇബ്നു റജബ് റഹിമഹുല്ലാ ഇഅ്തികാഫിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, ഖത്ഉൽ അലാഇഖി അനിൽ ഖലാഇഖി ലിൽ ഇത്തിസാലി ബിഖിദ്മത്തിൽ ഖാലിഖി. സൃഷ്ടികളുമായിട്ടുള്ള ബന്ധങ്ങളെ മുറിച്ചു മാറ്റി അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള അവസരമാണ് ഇഅ്തികാഫ്. സഹോദരന്മാരെ, നമ്മൾ പരമാവധി പള്ളികളിൽ കൂടാൻ ശ്രമിക്കുക, പള്ളികളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നതിന് അതിനേക്കാൾ കൂടുതൽ സഹായകമാണ് മറ്റുള്ളവരുമായി ഒരുമിച്ച് ചെയ്യുന്ന ആരാധനകൾ. മറ്റുള്ളവർ നമസ്കരിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കും ആ നമസ്കാരത്തിൽ ഏർപ്പെടാൻ അത് ഊർജം നൽകും. പാരായണം ചെയ്യുന്നത് കാണുമ്പോൾ, ഖത്മ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾക്കും അതുപോലെ ആയിത്തീരാൻ അതെല്ലാം പ്രേരണയാകും. സഹോദരന്മാരെ, ഇതെല്ലാം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ, ഉറക്ക് ഇല്ലാതെ നമ്മൾ ഇതെല്ലാം ആരാധനകൾ അനുഷ്ഠിക്കുമ്പോൾ, ഇതിലെല്ലാം ഉപരി നമ്മുടെ മനസ്സാണ് വലുത്. ഇതിൻ്റെ ഉദ്ദേശമാണ് പ്രധാനം. നമ്മൾ ഈ പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെ കുടുംബത്തെ അറിയിക്കാനാണോ? എൻ്റെ ചുറ്റുള്ളവരോട് ഞാൻ ഇഅ്തികാഫിരുന്നു എന്ന് പറയാനാണോ? അല്ല, എനിക്ക് എൻ്റെ റബ്ബുമായുള്ള ബന്ധം അത് കൂട്ടി ഉറപ്പിക്കുവാനാണ് ഞാൻ ഇത് പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ തുലാസിൽ കനം തൂങ്ങുന്നൊരു പ്രവർത്തനമായി ഈ റമദാൻ ബാക്കിയാകണം എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഈ തീരുമാനവും ഉദ്ദേശവും പ്രവർത്തനങ്ങളുമെല്ലാം ഉണ്ടാകേണ്ടത്. ഈ ലൈലത്തുൽ ഖദ്ർ എനിക്ക് ലഭിക്കണം എന്ന ആ അതിയായ ആഗ്രഹമാകണം ഇതിൽ പ്രവർത്തിക്കാൻ നമ്മൾക്ക് പ്രേരണയാകേണ്ടത്. കാരണം ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ആ ലൈലത്തുൽ ഖദ്ർ, അല്ലാഹുവിൻ്റെ മലക്കുകൾ ജിബ്രീലെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ വലിയ ഒരു രാവ്, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അല്ലാഹുവിൻ്റെ മലക്കുകളും ജിബ്രീലും താഴയിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു രാവ്, ആ രാവ് ഈ 10 ദിനങ്ങളിൽ ഏതെങ്കിലും ഒരു ദിനത്തിലായിരിക്കും. ഒന്നെങ്കിൽ ആദ്യത്തേതോ അല്ലെങ്കിൽ രണ്ടാമത്തെ രാവോ, അങ്ങനെ ഈ 10 ദിനങ്ങളിൽ ഏതൊരു ദിനത്തിലും ആകാൻ സാധ്യതയുള്ളൊരു രാവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 10 ദിനങ്ങളിൽ ലൈലത്തുൽ ഖദ്റിന് മാത്രമല്ല പുണ്യമുള്ളത്, പ്രതിഫലമുള്ളത്. പിന്നെയോ ആ 10 ദിനങ്ങൾക്ക് തന്നെ പ്രതിഫലമുണ്ട്. അതിലുപരി ലൈലത്തുൽ ഖദ്റിനും പ്രതിഫലമുണ്ട്. ചിലർ പറയും ലൈലത്തുൽ ഖദ്ർ നമസ്കരിച്ചാൽ മതിയല്ലോ, കാരണം മറ്റ് ദിനങ്ങളിൽ ശ്രേഷ്ഠതയില്ല എന്ന് അവർ കരുതിക്കൊണ്ട് ലൈലത്തുൽ ഖദ്റിന് മാത്രമാണ് പുണ്യമുള്ളത് എന്ന് പലരും കരുതിയിട്ടുണ്ട്. അതല്ല, 10 ദിനങ്ങൾക്ക് പ്രത്യേകമായ പുണ്യവും പോരിശയുമുണ്ട്. അതിലുപരിയാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രതിഫലവും ഫദ്ലും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദിനങ്ങളിൽ നമസ്കാരമാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഈ ദിനങ്ങളിൽ ഖുർആൻ പാരായണം നമ്മൾ വർദ്ധിപ്പിക്കണം. ഖുർആനുമായുള്ള ബന്ധം ഉറപ്പിക്കാനുള്ള അവസരമാണ് ഈ റമദാൻ എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലുമായി ഈ ഖുർആൻ മുദാറസത്ത് ചെയ്യുമായിരുന്നു, ഓതി കേൾപ്പിക്കുമായിരുന്നു. സഹാബികളും ധാരാളം ഖുർആൻ പാരായണം ചെയ്തിരുന്ന ദിനങ്ങളാണ് ഈ റമദാനിൻ്റെ ദിനങ്ങൾ. ഇമാം ഷാഫിഈക്ക് 60 ഖത്മകളുണ്ട് എന്ന് നമ്മൾക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും, സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളിലൂടെ. 60 ഖത്മകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ,
വേഗത്തിൽ ഓതുകയാണെങ്കിൽ ഒരുവന് അതിനു വേണ്ടി മാത്രം മാറ്റി നിർത്തുകയാണെങ്കിൽ, സമയം മാറ്റി നിർത്തുകയാണെങ്കിൽ കഴിയുന്നൊരു കാര്യമാണ്. പലർക്കും 30 ഖത്മകളൊക്കെ ഉള്ളതായിട്ട് നമ്മൾക്ക് ആ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. സഹാബികളും താബിഈകളും ഖുർആനുമായി ഏറെ ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു സമയമാണ് റമദാനും വിശേഷ ഈ 10 ദിനങ്ങളും. അതുകൊണ്ട് സഹോദരന്മാരെ, റമദാനിൽ ഇനി ആർക്കെങ്കിലും പിഴവുകളും അതുപോലെ വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിനങ്ങളിൽ ഒരിക്കലും ഒരു വീഴ്ചയും വരാതെ പരമാവധി എനിക്ക് വന്ന വീഴ്ചകളെ നികത്തുമെന്ന ആ ഉറച്ച തീരുമാനത്തോടെ നമ്മൾ ഈ റമദാനിലെ അവസാനത്തെ 10 സ്വീകരിക്കണം. എങ്കിൽ നമ്മൾക്ക് ആ ലൈലത്തുൽ ഖദ്ർ ലഭിക്കും. ഈ 10 ദിനങ്ങളുടെ ഫദ്ലിൽ, അതിൻ്റെ അഹ്ലുകാരിൽ നമ്മൾക്കും ഉൾപ്പെടാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ രാവുകൾക്ക് മാത്രമല്ല പുണ്യമുള്ളത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുകയാണ്, അസ്തഹിബ്ബു അൻ യകൂന ഇജ്തിഹാദുഹു ഫീ നഹാരിഹാ കഇഹ്യാഇഹാ ഫീ ലൈലിഹാ. അതായത് അതിൻ്റെ പകലിലും രാത്രിയിൽ എങ്ങനെയാണോ അതിനെ അവൻ ഹയാത്താക്കിയത്, അതുപോലെ പകലിലും ഹയാത്താക്കുന്നത് എനിക്കിഷ്ടമാണ് എന്ന് ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത് കാണാൻ കഴിയും. കാരണം അത്രമാത്രം പുണ്യമുള്ള ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. രാത്രികൾക്ക് മാത്രമല്ല, പകലുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലമുണ്ട്. സഹോദരന്മാരെ, ഈ ദിനങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് ഏറെ അടുക്കുവാൻ, അള്ളാഹുവുമായുള്ള ബന്ധം ഉറപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയുവാൻ നമ്മൾക്ക് ഈ ദിനങ്ങളിൽ കഴിയേണ്ടതുണ്ട്. ദുനിയവിയായ ഉഖ്റവിയായ ആവശ്യങ്ങൾ, മരണം വരെ ഈ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖേകാൻ, സ്വർഗത്തിലൊരിടം ലഭിക്കുവാൻ, ഫിർദൗസുൽ അലയിൽ നമ്മൾ അതിലൊരു ഇടം നമ്മൾക്ക് ലഭിക്കുവാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബിമാരെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും ഒരുമിച്ച് അവരോടൊപ്പം സ്വർഗത്തിൽ കഴിച്ചു കൂട്ടുവാനുള്ള സൗഭാഗ്യം ലഭിക്കുവാൻ, ഈ ദുനിയവിയായ ആവശ്യങ്ങൾ, നമ്മുടെ റിസ്ഖും ആരോഗ്യവും മക്കളും കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ 10 ദിനങ്ങൾ, ഈ 10 രാവുകൾ. അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി ചോദിക്കുവാൻ, അള്ളാഹുവിനോട് തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി ചോദിക്കുവാൻ. ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ വേണ്ടി പഠിപ്പിച്ച ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലേ, അല്ലാഹുവേ നീ അഫുവാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ആ പാപമോചനം ഇഷ്ടപ്പെടുന്നവനാണ് നീ. അതുകൊണ്ട് റബ്ബേ, എൻ്റെ പാപത്തെ നീ പുറത്തു തരണമേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുആ. അതുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് മുക്തനായി ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ഈ ദിനങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കവി പറഞ്ഞുവല്ലോ, യാ കബീറ ദംബി അഫ്വുല്ലാഹി മിൻ ദംബിക അക്ബറുൽ ഔസാരി ഫീ ജംബി അഫ്വില്ലാഹി അസ്ഗറു. യാ കബീറ ദംബ്, ധാരാളം തെറ്റുകൾ ചെയ്തു കൂട്ടിയവനെ, അഫ്വുല്ലാഹി മിൻ ദംബിക അക്ബറു, നിന്റെ ആ മഹാ തെറ്റുകളെക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ പാപമോചനം. അക്ബറുൽ ഔസാരി ഫീ ജംബി അഫ്വില്ലാഹി അസ്ഗറു, എല്ലാ വലിയ തെറ്റുകളും അള്ളാഹുവിൻ്റെ അഫ്വിനോട് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ചെറുതാണ് ആ തെറ്റുകളെന്ന് കവി പാടുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് മനസ്സിലാക്കി അള്ളാഹുവിലേക്കുള്ള ആ ഒരു സഞ്ചാരം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള പ്രയത്നമാണ് ഞാനിവിടെ പ്രയത്നിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഇബാദത്തുകൾ നിർവഹിക്കുന്നത് എന്ന ആ ഒരു മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ ഫദ്ലിലുള്ള പ്രതീക്ഷയും അവൻ്റെ കോപത്തിലും അവൻ്റെ ശിക്ഷയിലുമുള്ള പേടിയും നമ്മൾ മനസ്സിൽ ഒരുമിച്ച് കൊണ്ടുപോയി നമ്മുടെ ഹൃദയത്തെ നന്നാക്കി അള്ളാഹുവിൻ്റെ റഹ്മത്തുകളെയും ഫദ്ലുകളെയും കൈനീട്ടി വാങ്ങുവാൻ, സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായി ഈ രാത്രികളിൽ നമ്മൾ പ്രയത്നിക്കുക. കവി പാടുകയാണ്, യാ റബ്ബു അബ്ദുക ഖദ് അതാക വഖദ് അസാഅ വഖദ് ഹഫ. റബ്ബേ, നിന്റെ അടിമ ഇതാ ധാരാളം തെറ്റുകൾ ചെയ്തു നിന്നിലേക്ക് എത്തിയിരിക്കുന്നു. യക്ഫീഹി മിൻക ഹയാഉഹു മിൻ സൂഇ മാ ഖദ് അസ്ലഫ. അവൻ ചെയ്തു കൂട്ടിയതിൽ നിന്ന് നിന്നോട് ഏറെ ലജ്ജയിലാണ്.
حمل الذنوب حمل الذنوب على الذنوب الموبقات وأسرفا തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ ചെയ്തു കൂട്ടി അവൻ ധാരാളമായി തെറ്റുകൾ ചെയ്ത് ഒരു പാപിയായി തീർന്നിരിക്കുന്നു. വഖദ് ഇസ്തജാറ ബിദൈലി അഫ്വിക, അല്ലാഹുവേ നിന്റെ അഫ്വിൽ അവൻ ഇതാ അഭയം തേടിയിരിക്കുന്നു. യാ റബ്ബി ഫഅഫു വആഫിഹി ഫലഅൻത ഔലാ മൻ അഫാ, റബ്ബേ നീ നമ്മൾക്ക് പുറത്തു തരണമേ, നീയാകുന്നു പുറത്തു തരാൻ ഏറ്റവും അർഹനായിട്ടുള്ളത് എന്ന് ഈ രൂപത്തിലുള്ള അർത്ഥനകളും അള്ളാഹുവിലേക്ക് കെഞ്ചിക്കൊണ്ട് നമ്മുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് നമ്മുടെ പാപമോചനങ്ങൾക്ക് വേണ്ടി തേടിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുക. ഈ ദിനങ്ങൾ ആരാധനകൾ കൊണ്ട്, അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം കൊണ്ട്, അള്ളാഹുവിലേക്കുള്ള ഉൻസ് കൊണ്ടെല്ലാം ധന്യമായ 10 ദിനങ്ങളായി തീരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിനങ്ങളിൽ നമ്മൾക്ക് ഷറാക്കിയ ഒരു കാര്യവും കൂടിയാണ് സക്കാത്ത് എന്നത്. സക്കാത്തുൽ ഫിത്ർ എന്ന കാര്യവും നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കുക. അതുപോലെ പലരും ഈ റമദാൻ ദിനത്തെയാണ് അവരുടെ ധനത്തിൻ്റെ സക്കാത്ത് പാവങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി നിശ്ചയിച്ച സമയം. ഈ റമദാനിലാണ് പലരും സക്കാത്ത് നൽകുന്ന ആ സമയം. അതുകൊണ്ട് സക്കാത്തിനൊരു വിഹിതം നമ്മൾക്ക് ഇവിടെയുള്ള സെൻറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യക്കാർക്കും അങ്ങനെയുള്ള പല കത്തുകളും ആവശ്യങ്ങളും ഇവിടേക്ക് എത്താറുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ സക്കാത്തിനൊരു വിഹിതം ഇവിടെ ഏൽപ്പിക്കാവുന്നതാണെന്നും ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും ഈ ദിനങ്ങളെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് ഏകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും ഈ ദിനങ്ങളിൽ വിജയിച്ചവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ദിനങ്ങളിൽ എല്ലാ നമസ്കാരവും ആരാധനകളും അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പൂർണ്ണമായ ഇഖ്ലാസോടുകൂടി തിരുനബിയെ പിൻപറ്റിക്കൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും ഏകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, റമളാനിലെ അവസാനത്തെ 10മായി ബന്ധപ്പെട്ട് നമ്മുടെ വരാനിരിക്കുന്ന അതിഥിയെ എങ്ങനെ വരവേൽക്കണമെന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് വളരെ ഗഹനമായ ഒരു ക്ലാസ്സാണ് സഹോദരൻ ഉസാമ ബിൻ ഫൈസൽ എടുത്തു തന്നത്. അദ്ദേഹത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം